യെസ്, സോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്, ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് ഇതിൽ ഉണ്ടായിരിക്കുന്നതാണ്. സോ നോക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്ററിൽ ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ വരുന്നതായിരിക്കും. സ്ക്രീൻ എല്ലാവരും കാണാമല്ലോ? സ്ക്രീൻ എല്ലാവരും കാണാമല്ലോ? കാണാം. സ്ക്രീൻ എല്ലാവരും തന്നെ കാണാം. ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും വായിക്കാനും പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. യെസ് ഓർ നോ? ഈ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഈ പറഞ്ഞ ഫോണിൽ നിന്നുള്ള റൊട്ടേറ്റ് മോഡ് ഇട്ടെ. ഈ ഫോൺ ഇത് റൊട്ടേറ്റ് മോഡ് ഇട്ട് എല്ലാവരും ഇട്ടല്ലോ? യെസ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following are the two main hormones secreted by the thyroid gland? അത് ഏതൊക്കെയായിരിക്കും? T3 ആണോ, T4 ആണോ, or the none of above ആണോ, or is the both A and B ആണോ? ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഏതൊക്കെയാ? ഓപ്ഷൻ ഡി ആണോ? ഓപ്ഷൻ ഡി ആണോ? ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ടി വിയില്. പണ്ടൊരു മറ്റേ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ടി വിയില്. ഇത് മറ്റേ ഈ പറഞ്ഞത് എന്താണ്, ഇറ്റ്സ് ദ കോടീശ്വരനോ? അതിലെ ക്വസ്റ്റ്യൻ വായിക്കും പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. പറഞ്ഞേടെ. ഏതൊക്കെയാണ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്? ഏതാണ്? ഇറ്റ്സ് ഓപ്ഷൻ ഇറ്റ്സ് എ ആൻഡ് ബി ആണോ? ഓപ്ഷൻ എ ആൻഡ് ബി ആണല്ലേ? ദ T3 and T4 ശരിയാണോ? ദ T3 and T4 ശരിയാണോ? T3 and T4 യെസ് ശരിയാണല്ലേ? ദ T3 and T4. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആലോചിക്കേണ്ട ആദ്യത്തെ കാര്യം, ദ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഷേപ്പ് എന്താ? ദ തൈറോയ്ഡ് ഗ്ലാൻഡ് ഷേപ്പ് എന്താ? ദ ഫസ്റ്റ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു തരാം. ദ തൈറോയ്ഡ് ഗ്ലാൻഡ് ഷേപ്പ് എന്താ? ഇത് ബട്ടർഫ്ലൈ ഷേപ്പ് അല്ലേ? ഇത് ബട്ടർഫ്ലൈ ഷേപ്പ്, ബട്ടർഫ്ലൈ ആണ്. ഇത് ബട്ടർഫ്ലൈ ഷേപ്പ് ആണ്. വേറെ എന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ? ദ തൈറോയ്ഡ് ഗ്ലാൻഡ് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആൻഡ് ലൊക്കേഷൻ എവിടെയാ? ദ തൈറോയ്ഡ് ഗ്ലാൻഡ് ലൊക്കേഷൻ എവിടെയാ? ലൊക്കേഷൻ എവിടെ? ലൊക്കേഷൻ ഇറ്റ് ഇസ് ജസ്റ്റ് ബിലോ ദ ലാരിങ്സ് ആണോ? ഇറ്റ് ഇസ് ജസ്റ്റ് ബിലോ ദ ലാരിങ്സ് ആൻഡ് ആണോ? ആൻഡ് either side of the trachea, and it is either side of the tracheum ആണോ? ഇനി ഈ പറഞ്ഞ ദ തൈറോയ്ഡ് ഗ്ലാൻഡിനെ ആ രണ്ട് ലോബുകളെയും അവിടെ പിടിച്ചെടുത്തിരുന്നാരാ? ഇറ്റ് ഇസ് കണക്റ്റഡ് ബൈ ഇസ്തുമസ് ആണോടെ? ഇസ് കണക്റ്റഡ് ബൈ ഇസ്തുമസ് ആണോ? ഇസ്തുമസ് ആണോ കണക്ട് ചെയ്തിരിക്കുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിനെ? ആണല്ലേ? ഇസ്തുമസ് അല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്? ആണോടെ? കമന്റ് ആണ്. ഇനി ആരാണ് നമ്മുടെ ഈ പറഞ്ഞ തൈറോയ്ഡ് ഗ്ലാൻഡിന് ഇറ്റ് ഇസ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആരാ? ആരാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് ഈ പറഞ്ഞ ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആരാ? അത് ഏത് ആർട്ടറിയാ? അറിയാം. അത് ഏത് ആർട്ടറിയാ? ദ തൈറോയ്ഡ് ഗ്ലാൻഡിന് ഇറ്റ് ഇസ് ദ ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയുടെ പേര് ഏതാ? ദ സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി ആണോ? ആണോടെ? കരോട്ടിന്റെ ഒരു ബ്രാഞ്ചായ സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി അല്ലേ? കരോട്ടിന്റെ ഒരു ബ്രാഞ്ചായ സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി അല്ലേ? ആണ്. മറക്കരുത്. ചോദിച്ചാൽ എഴുതണം. ഇനി ചോദിക്കട്ടെ, ഇതിന്റെ ടോട്ടൽ വെയിറ്റ് എത്രയാ? ടോട്ടൽ വെയിറ്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് എത്രയാ? The total weight of thyroid gland 60 ഗ്രാം അല്ലേ? The total weight എത്രയാ? ടോട്ടൽ വെയിറ്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് എത്രയാ? അത് 60 അല്ലേ? 60. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ കാണപ്പെടുന്ന തൈറോയ്ഡ് ഫോളിക്കിൾസിൽ കാണപ്പെടുന്ന ദ ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം ഏതാ? ദ തൈറോയ്ഡ് ഫോളിക്കിൾസിൽ കാണപ്പെടുന്ന the type of epithelium ഏതാ? ചോദിക്കും. പലവട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാണ്? ഇറ്റ്സ് ക്യൂബോയ്ഡൽ അല്ലേ? ഇറ്റ്സ് ക്യൂബോയ്ഡൽ എപ്പിത്തീലിയം അല്ലേ? ഏതാണ് ഈ പറഞ്ഞത്? ക്യൂബോയ്ഡൽ എപ്പിത്തീലിയം. മറന്നു പോകരുത്. ഈ പറഞ്ഞ തൈറോയ്ഡ് ഫോളിക്കിൾസ് കാണപ്പെടുന്ന ഇറ്റ് ഇസ് ലൈൻഡ് ബൈ
അത് ഏത് എപ്പിത്തീലിയം ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്, മറക്കരുത്. ഇനി ചോദിക്കട്ടെ, ഈ പറഞ്ഞത് തൈറോയ്ഡ് ഫോളിക്കിൾസിൽ നമ്മുടെ ഈ പറഞ്ഞത് T3 ആൻഡ് T4 സെക്രീറ്റ് ചെയ്തത്, ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചത് 2 ഹോർമോൺസ് ആയ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് 2 ഹോർമോൺസ്. അപ്പോൾ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? അപ്പോ ആരായിരിക്കും? തൈറോയ്ഡ് ഫോളിക്കിൾസ് അല്ലേ? അല്ലേ? ആണോ അല്ലയോ? ആണ്. ആ തൈറോയ്ഡ് ഫോളിക്യൂൾസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ഫോളിക്യൂൾസിന്റെ ഇടയിൽ ഈ പറഞ്ഞത് തൈറോയ്ഡ് ഫോളിക്യൂൾസിന്റെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും പറയാമോ? ഞാൻ ഈ പറഞ്ഞത് തൈറോയ്ഡ് ഫോളിക്യൂൾസിന്റെ ഇടയിൽ ആരുണ്ട്? പാരാഫോളിക്കുലർ സെൽസ് ഉണ്ടോ? അങ്ങനെ ഒരു സെല്ലുണ്ടോ? പറഞ്ഞേ എല്ലാരും പറഞ്ഞേ. ഈ പറഞ്ഞത് ഫോളിക്കുലർ സെൽസിന്റെ ഇടയിൽ ആരുണ്ട്? പാരാഫോളിക്കുലർ സെൽസ് ഉണ്ട്. അവ എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഒരു ഇമ്പോർട്ടന്റ് സംഭവം സെക്രീറ്റ് ആർക്ക് പറയാം? കാൽസിറ്റോണിൻ ആണോ? കാൽസിറ്റോണിൻ ആണല്ലേ? കാൽസിറ്റോണിൻ ആണ്. അപ്പോൾ അവൻ സെക്രീറ്റ് ചെയ്യുന്ന കാര്യവും മറക്കരുത്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ക്ലിയർ ആയി പറഞ്ഞ എല്ലാവർക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ടത് 2 ഹോർമോൺസ് ഏതൊക്കെയാ? ഇറ്റ് ഇസ് T3 ആൻഡ് T4 അല്ലേ? T3 ആൻഡ് T4 ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഷേപ്പ് എന്താ? ഇറ്റ്സ് ബട്ടർഫ്ലൈ ഷേപ്പ് ആണ്. അതിന്റെ ലൊക്കേഷൻ എവിടെയാ? ഇറ്റ് ഇസ് ലാരിങ്സിന്റെ ബിലോ ആണ്. ആൻഡ് ഇറ്റ്സ് എയ്തർ സൈഡ് ഓഫ് ദ ട്രക്കിയുമാണ്. മറക്കരുത്. ഇനി ഇവിടെ സപ്ലൈ ഈ പറഞ്ഞ ബ്ലഡ് സപ്ലൈ ആരാ? ആർട്ടറിയുടെ പേര്. തൈറോയിഡിലോട്ട് സപ്ലൈ ആർട്ടറിയുടെ പേര് സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറി. അത് ഏതിന്റെ ബ്രാഞ്ചാണ്? ഇറ്റ്സ് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ച് അല്ലേ? ഇറ്റ്സ് എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ച് കൂടെയാണ്. മറക്കരുത്. ഇനി ടോട്ടൽ വെയിറ്റ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് എത്രയാ? ടോട്ടൽ വെയിറ്റ് ഏറ്റവും ലാർജസ്റ്റ് ഇറ്റ്സ് എൻഡോക്രൈൻ ഓർഗൻ തന്നെയാണ്. ടോട്ടൽ വെയിറ്റ് 60 ഗ്രാം. ഇനി ഈ തൈറോയ്ഡ് ഫോളിക്യൂൾസിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം ഏതാ? അത് ക്യൂബോയിഡൽ എപ്പിത്തീലിയമാണ്. ഇനി ഈ പറഞ്ഞത് ഫോളിക്യൂൾസ് എന്ത് സെക്രീറ്റ് ചെയ്യും? ഫോളിക്കുലർ സെൽസ് എന്ത് സെക്രീറ്റ്? T3 T4 സെക്രീറ്റ് ചെയ്യും. അത് പറയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയില്ലേ? അത് പറയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും കിട്ടിക്കഴിഞ്ഞു. ശരിയല്ലേ? യെസ്. ഇനി അവിടെ ഈ പറഞ്ഞ ഫോളിക്കുലർ സെൽസിന്റെ ഇടയിലുള്ള പാരാഫോളിക്കുലർ സെൽസ് അത് എന്ത് കൂടെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? കാൽസിറ്റോണിൻ കൂടെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലായത് കിടന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചേ. ദ എക്സസ് റിലീസ് ഓഫ് ദ തൈറോയ്ഡ് ഹോർമോൺ ഇൻ ദ ബോഡി കോസ് എന്തായിരിക്കും ആൻസർ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. The excess release of thyroid hormone in the body causes is the hypothyroidism ആണോ, or the goiter ആണോ, or is the hyperthyroidism ആണോ, അതോ ഇതിലൊന്നും പെട്ടതല്ലേ? ഏതാണ്? എല്ലാരും ഉണ്ടോ? പറയാ. ഓപ്ഷൻ സി ആയ ഇറ്റ്സ് ദ ഹൈപ്പർതൈറോയിഡിസം ആണോ? ഹൈപ്പർതൈറോയിഡിസം ആണോ? ഹൈപ്പർതൈറോയിഡിസം ആണോ? ഹൈപ്പർതൈറോയിഡിസം ആണല്ലേ? ഹൈപ്പർതൈറോയിഡിസം അല്ലേ? ഹൈപ്പർതൈറോയിഡിസം. അപ്പൊ ഈ ഒരു ഓപ്ഷനില് എന്താണ് ഈ പറഞ്ഞത്? ഗോയിറ്റർ എന്താ? ഈ ഒരു ഓപ്ഷനിൽ കാണുന്ന സംഭവമാണ് ഇത്. ഗോയിറ്റർ എന്ന് പറഞ്ഞ എന്താണ് ഗോയിറ്റർ? പറഞ്ഞേ ഗോയിറ്റർ എന്താ? ഗോയിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയഡിൻ ഡെഫിഷ്യൻസി ആണോ? അയഡിൻ ഡെഫിഷ്യൻസി ആണോ? ആണോടെ? അയഡിൻ ഡെഫിഷ്യൻസി ഗോയിറ്റർ അയഡിൻ ഡെഫിഷ്യൻസി ആണോ? ഇല്ല പറഞ്ഞു ആണ് ആണോടെ?
ആണ് ആണ്. അപ്പൊ ഇതുപോലൊരു പേര് വേറെ എവിടെയുണ്ട്? ഇതുപോലൊരു പേരുണ്ട്. ഈ പറഞ്ഞ ദ ഗ്രേവ് ഡിസീസ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടോ 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 ഉണ്ടോ? അതെങ്ങനെയാ ഉണ്ടാവുന്നത് അപ്പൊ? അതെങ്ങനെയാ ഉണ്ടാവുന്നത്? അത് കൂടുന്നത് കൊണ്ടാണോ? ഈ പറഞ്ഞ തൈറോയ്ഡ് അത് കൂടുന്നുണ്ടല്ലേ? അത് പഠിക്കും. അത് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ ദ സിംറ്റംസ് ഓഫ് റിലീസ് ഓഫ് ദ എക്സസ് ദ T3 ആൻഡ് T4 ഹോർമോൺസ്? ഏതാണ് കാരണം? ഇപ്പൊ നിങ്ങളുടെ ബോഡിയിൽ ഈ T3യും T4ഉം കൂടാൻ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ ആൻസൈറ്റി ആണോ അത് വരുമ്പോൾ? അതോ ഹെയർ ലോസ് വരും, നെർവസ്നെസ് വരും? എല്ലാം ഉണ്ടായിരിക്കും. എല്ലാം ഉണ്ടായിരിക്കും. എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ടോടെ? എല്ലാം പറ. എല്ലാം ഉണ്ടോടെ? എല്ലാം ഉണ്ട്. ഈ സംഭവം ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? എല്ലാം ഈ പറഞ്ഞ T3യും T4 എല്ലാം വരുന്ന സമയത്ത് എല്ലാം ഉൾപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. പലരും ഉണ്ട് ഇതിനകത്ത്. പലരും ഉണ്ട്. ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഫോർ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ വെച്ച്. Fourth question, which one of the following disease is caused by due to the deficiency of iodine? അയഡിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാ. ഇറ്റ്സ് ദ സോളിറ്ററി തൈറോയ്ഡ് നോഡ്യൂൾസ് ആണോ, തൈറോയ്ഡ് ക്യാൻസർ ആണോ, ഓർ ദ ഗോയിറ്റർ ആണോ, അതോ ഇവര് പെടാത്ത ഒന്നാണോ? ഏതാ 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 ഏതാണ്? എല്ലാരും പറയണം. എല്ലാരും പറയണം. എല്ലാവരും പറയണം. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത് തൈറോയ്ഡ് ഗ്ലാൻഡ് കാണുമ്പോഴേ നിങ്ങൾ ഈ പറഞ്ഞ ഫോർ എക്സാമ്പിൾ ഈ ഒരു പിക്ചർ നോക്കിയാലേ, പിക്ചർ ഒന്നും ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇവിടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇരിക്കുകയാണ്. ആ തൈറോയ്ഡ് ഗ്ലാൻഡ് എല്ലാം എന്താണ്, അവിടെ ഒരുപാട് കുറെ നൊഡ്യൂൾസ് വന്നാൽ എന്ത് കണ്ടീഷൻ ആയിരിക്കും? അതെന്ത് കണ്ടീഷൻ ആയിരിക്കും? ആ തൈറോയ്ഡ് ഗ്ലാൻഡ് ചുറ്റുമായിട്ട് ഒരുപാട് നൊഡ്യൂൾസ് വന്നാൽ എന്തായിരിക്കും? ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ആലോചിച്ച് നോക്കിയേ. അതെന്ത് കണ്ടീഷൻ ആയിരിക്കും? എന്തായിരിക്കും? എന്തായിരിക്കും? സോളിറ്ററി തൈറോയ്ഡ് നോഡ്യൂൾസ് അല്ലേ? അത് ഫസ്റ്റ് ഓപ്ഷൻ ആയി സോളിറ്ററി തൈറോയ്ഡ് നോഡ്യൂൾസ് അല്ലേ? അല്ലെ ഈ പറഞ്ഞ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ചുറ്റുമായിട്ട് ഒരുപാട് നോഡ്യൂൾസ് വന്ന എന്തായിരിക്കും? അത് സോളിറ്ററി തൈറോയ്ഡ് നോഡ്യൂൾസ് അല്ലേ? ആണ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യമെല്ലാം പറയാണ്. സോ അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഈ പറഞ്ഞ അയഡിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഗോയിറ്റർ ആണോ? അയഡിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഗോയിറ്റർ ആണോ? ഗോയിറ്റർ ആണോ? യെസ്, ഗോയിറ്റർ ആണ്. ഗോയിറ്റർ ആണ്. എന്താണ്? അയഡിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന എന്താണ്? ഗോയിറ്റർ ആണ്. ആണോ? അത് ഗോയിറ്ററായി. നമ്മൾ ഈ പറഞ്ഞ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എല്ലാവരും ഗ്രേവ് ഡിസീസ് ഓപ്ഷൻ കണ്ടായിരുന്നു. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ആരെങ്കിലും ഗ്രേവ് ഡിസീസിൽ ഉണ്ടായിരുന്നു? അവിടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇപ്പൊ കണ്ട ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു? അത് ഇങ്ങനെ പ്രധാനമായിട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാ? അത് ഉണ്ടാവാൻ കാരണം എങ്ങനെയെന്ന് അറിയാമോ? ഇപ്പൊ ഒരു പേഷ്യന്റ് ഈ പറഞ്ഞ ഹൈപ്പർ തൈറോയിഡിസം വരുന്ന സമയത്ത്, ഒരു ഇൻഫെക്ഷനോ ഒരു സർജറിയോ ഒരു സ്ട്രെസ്സോ എന്തെങ്കിലും കാരണം എന്ത് ചെയ്യും? ഇവിടെ ഈ പറഞ്ഞ ഗ്രേവ് ഡിസീസ് ഉണ്ടായിക്കൂടെ? ഒരു സർജറി കാരണമോ ഇൻഫെക്ഷൻ കാരണമോ ഒരു സ്ട്രെസ് കാരണമോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ ഗ്രേവ് ഡിസീസിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ടോ? ഈ പറഞ്ഞ ഗ്രേവ് ഡിസീസിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്തെങ്കിലും ഉണ്ടോ? അവിടെ വേറെ പേരെന്തെങ്കിലും ഉണ്ടോ? തൈറോയ്ഡ് സ്ട്രോങ് എന്ന് വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ടോടെ? പറയടേ, ചറവ പറയടേ. തൈറോയ്ഡ് സ്ട്രോങ് എന്ന് വിളിക്കാറുണ്ടോ? തൈറോക്സിക്കോസിസ് വിളിക്കാറുണ്ടോ? തൈറോക്സിക്കോസിസ് എന്തെങ്കിലും ഉണ്ടല്ലേ? ഇങ്ങനെ പല പേരുകളുണ്ടല്ലേ? പല പേരുകളുണ്ടല്ലേ? മറക്കരുത്. ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following are the symptoms of the hypothyroidism? The hypothyroidism സിംറ്റം എന്താണ്? സ്കിൻ ഡ്രൈ,
and the dry hair ആണോ, or option B it is the joint and the muscle pain ആണോ, option C is the depression ആണോ, option D all the above ആണോ? എല്ലാരും എല്ലാം ഉണ്ടോ അവിടെ? എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ. അപ്പൊ എന്താ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താ? തൈറോയ്ഡ് ഹോർമോൺസിന്റെ ഡെഫിഷ്യൻസി അല്ലേ? അല്ലേടെ, അതിന്റെ ഡെഫിഷ്യൻസി അല്ലേ? തൈറോയ്ഡ് ഹോർമോൺസിന്റെ അതിന്റെ ഡെഫിഷ്യൻസി അല്ലേ? ആണല്ലോ ആണല്ലോ ആണല്ലോ. ഇത് കാരണം പ്രധാനമായിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്? ഈ ഒരു ഓപ്ഷനിൽ അല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? ഇങ്ങനെയുള്ള ആൾക്കാർ ഈ പറഞ്ഞ ഇറ്റ് ഇസ് ദ വെയിറ്റ് ഗെയിൻ ആയിരിക്കും ഓർ ദ വെയിറ്റ് ലോസ് ആയിരിക്കും? ഈ പറഞ്ഞ ഹൈപ്പോതൈറോയിഡിസം വരുന്ന ആൾക്കാരിൽ മിക്കവാറും ഇറ്റ് ഇസ് ദ വെയിറ്റ് ഗെയിൻ ആണോ ഓർ ദ വെയിറ്റ് ലോസ് ആണോ? വണ്ണം കൂടും. ഉണ്ടോടെ? ആർക്കൊക്കെ ഉണ്ട്? വെയിറ്റ് ഗെയിൻ ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോടെ? ഇല്ല. ഇപ്പൊ ഹൈപ്പോ ആണ് അല്ലേ? ഇനി വേറെ എന്തെങ്കിലും പ്രത്യേകം എന്താ? ഇതിൽ പ്രധാനമായിട്ടൊരു കാര്യം, സ്കിൻ എല്ലാം ഡ്രൈ ആവോ? സ്കിൻ ഡ്രൈ സ്കിൻ ആയിരിക്കും. ഉണ്ട്. ഡ്രൈ സ്കിൻ പ്രധാനമായിട്ട് വരും. നല്ല വീക്ക്നെസ്സും ആയിരിക്കും, നല്ല ഫെറ്റിഗ് ആയിരിക്കത്തല്ലേ? സ്കിൻ ഡ്രൈ ആയിരിക്കും, വീക്ക്നെസ് ഉണ്ടായിരിക്കും, ഫെറ്റിഗും ആയിരിക്കും. ഒരു കാര്യം കൂടെ വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ മിക്കവാറും വരുന്ന ആൾക്കാരിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. വേറെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഇറ്റ്സ് ഇറഗുലർ, ദ മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആയിക്കോട്ടെ, അതും വന്നുകൂടെ. ഇറ്റ്സ് ദ മെൻസ്ട്രൽ സൈക്കിൾ ഇറഗുലർ ആവാം, അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണ്. എന്താണ്? ഇറ്റ്സ് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ സിംറ്റംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതും കൂടെ വരാറുണ്ടോ? ഉണ്ടോടെ? ഇത് കുറെ സമയത്ത് ഇറ്റ്സ് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഒന്നുകൂടെ വരാം. ഇത് വരുന്ന സമയത്ത് പേഷ്യന്റിന് ഇറ്റ്സ് ഹൈപ്പോതൈറോയിഡിസം വരുന്ന പേഷ്യന്റ് എപ്പോഴും ബി പി കൂടോ കുറയോ? ഇത് ഹൈപ്പോ ടെൻഷൻ ആണോ ഓർ ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും? അവിടെ ആലോചിച്ച് പറയുക. പേഷ്യന്റ് ഹൈപ്പോതൈറോയിഡിസം മിക്കവാറുള്ള ആൾക്കാരിൽ എപ്പോഴും എന്തായിരിക്കും ചാൻസ്? ഹൈപ്പോടെൻഷൻ. ഹൈപ്പോടെൻഷനും ആൻഡ് ദ ബ്രാഡികാർഡിയം വരാൻ ചാൻസ് ഉണ്ടല്ലേ? ഹൈപ്പോടെൻഷൻ ആൻഡ് ബ്രാഡികാർഡിയം വരാം. പിന്നെ നിങ്ങൾക്കുള്ള എക്സാമ്പിൾ പറഞ്ഞാൽ മതി. ഇത് ഹൈപ്പോതൈറോയിഡിസം വരുന്ന സമയം നിങ്ങളുടെ ഇറ്റ് ഇസ് ദ ഹെയർ ലോസ് ഉണ്ടാവൂലേ? ഈ പറഞ്ഞ ഹെയർ ലോസ് ഇറങ്ങിയുണ്ടോ അവിടെ? ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടോ? അപ്പോ അതും ഒരു കാരണമാണ്. അതും ഉണ്ടായിരിക്കും, വളരെ ഉണ്ടായിരിക്കും. ഹെയർ ലോസും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരാനുണ്ട്. അണ്ട് കോൺസ്റ്റിപ്പേഷൻ വരാം. കോൺസ്റ്റിപ്പേഷൻ വന്നൂടെ? കോൺസ്റ്റിപ്പേഷൻ വരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടെ ഉണ്ട്. ആർക്ക് പറയാം? അവിടെ നല്ലത് പഫ്നെസ് ഉണ്ടായിരിക്കും. ഇവിടെ ഏറ്റവും സ്കിന്നിൽ നല്ല പഫ്നെസ്സും ഈ പറഞ്ഞ എഡിമയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ സ്കിന്നിൽ നല്ല ഇറ്റ് ഇസ് ദ ജനറലൈസ്ഡ് പഫ്നെസ് ആൻഡ് എഡിമ. അതിനൊരു പേര് പറയും. ആർക്ക് പറയാം? അതിനൊരു പേര് പറയും. മിക്സ് എഡിമയാണോ? മിക്സ് എഡിമ ഉണ്ടായിരിക്കും ഇവിടെ. മിക്സ് എഡിമ. അപ്പം അതൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലേ? സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറുമായി ഇറ്റ് ഇസ് ആൾ ദ എബോവ് തന്നെയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ. autoimmune disease of the thyroid tissue referred as grave disease ആണോ, the thyroid cancer ആണോ, or the thyroiditis ആണോ, or it is none of above? ഓപ്ഷൻ എല്ലാരും അത് ഗ്രേവ് ഡിസീസ്. ഇപ്പൊ പറഞ്ഞല്ലേ, ഒരു പേഷ്യന്റ് ഈ പറഞ്ഞ എന്താണ്, ഇത് ഹൈപ്പർ തൈറോയിഡിസം വരുന്ന സമയത്താണ് പ്രധാനമായിട്ടും ഗ്രേവ് ഡിസീസ് ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലുള്ളത്. ആണോ അല്ലേ ഇവിടെ? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യനെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഗ്രേവ് ഡിസീസ് വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ആർക്ക് പറയാം? ഈ പറഞ്ഞ ഗ്രേവ് ഡിസീസിനെ വിളിക്കുന്ന
മറ്റൊരു പേരെന്താ? അനദർ നെയിം ആർക്ക് പറയാം? ദ ഡിഫ്യൂസ് ടോക്സിക് ഗോയിറ്റർ എന്ന് വിളിക്കുന്നുണ്ടോടെ? വിളിക്കുന്നുണ്ടോ? ദ ഡിഫ്യൂസ് ടോക്സിക് ഗോയിറ്റർ ഉണ്ടോടെ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എല്ലാരും ഉണ്ടോ? എവിടെ? ഉത്തരം കിട്ടുന്നില്ല. ദ ഗ്രേവ് ഡിസീസ് വിളിക്കുന്ന മറ്റൊരു പേര് ഡിഫ്യൂസ് ടോക്സിക് ഗോയിറ്റർ എന്നും കൂടെ ഇതിനെ വിളിക്കുന്നുണ്ട്. മറക്കരുത്. ക്വസ്റ്റ്യൻ ഈ ഒരു ഓപ്ഷൻ കണ്ടാൽ എഴുതുമല്ലോ, ദ ഡിഫ്യൂസ് ടോക്സിക് ഗോയിറ്റർ. ഇവനും ഇറ്റ് ഇസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ദ ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഇവനൊരു കോസ് തന്നെയാണ്. ഏറ്റവും ദ മോസ്റ്റ് കോമൺ കോസ് തന്നെ പറയാം. ഇറ്റ്സ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഇറ്റ്സ് ദ മോസ്റ്റ് കോമൺ കോസ് തന്നെയാണ് ഇറ്റ്സ് ഗ്രേവ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ത് ടൈപ്പ് ഡിസീസാ? ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ആണോ അല്ലേ? ആദ്യം സംഭവിക്കും, ആദ്യം ഈ പറഞ്ഞ TSH കൂടും. ശരിയല്ലേ? അല്ലേടെ? ആദ്യം ഈ TSH അങ്ങ് പതിയെ കൂടും. പതിയെ പറഞ്ഞത് തൈറോയിഡ് കാരണം നല്ല എൻലാർജ്മെന്റ് ആവും. ശരിയാണോ? ആദ്യം TSH ഈ പറഞ്ഞ ഏറ്റവും നോർമൽ ക്രമാതീതമായും കൂടുകയും തൈറോയിഡ് നല്ല എൻലാർജ്മെന്റ് ആവുകയും അങ്ങനെയല്ലേ ഈ പറഞ്ഞ ഗോയിറ്ററിലോട്ടൊക്കെ പോകുന്നത്? അല്ലേടെ? അങ്ങനെയല്ലേ ഈ പറഞ്ഞ ഗോയിറ്ററിലോട്ടൊക്കെ പോകുന്നത്? ആണ്. ഇതുവരെ ക്ലിയർ ആയല്ലോ? ഇതുവരെ ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, സെവൻത് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ കഴിഞ്ഞ ദിവസം പഠിച്ച ഭാഗത്ത് നിന്നുള്ളതാണോ? ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതും ആ ഒരു ടോപ്പിക് നിന്നാണോ? നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്കും ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണോ ഇതൊക്കെ? ആണോ അവിടെ? ഇങ്ങനെ പോകുന്നു. അപ്പം തിയറി പഠിക്കും, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പഠിക്കും. തിയറി പഠിക്കും, ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പഠിക്കും. അല്ലാതെ ആദ്യം കണ്ടതുപോലെ ഇത് ബ്ലാങ്ക് പേജ് ആവണോ? വേണോ? ആദ്യം കണ്ടതുപോലെ വെറുതെ കുറെ തിയറിയും പഠിച്ചുകൊണ്ട് അതും മറന്നിട്ട് എക്സാം ഹാളിൽ പോയിരിക്കണോ? വേണ്ട. ഇനി വേറെ എക്സാം ഇല്ല. So അടുത്ത ക്വസ്റ്റ്യൻ, which one of the following of the chronic inflammation of the thyroid that lead to underactivity? ഏതായിരിക്കും? അത് ഗോയിറ്റർ ആണോ, ഓർ ദ ഹൈപ്പോതൈറോയിഡിസം ആണോ, ഓർ ദ തൈറോയിഡൈറ്റിസ് ആണോ, ഓർ ദ ഹൈപ്പർ തൈറോയിഡിസം ആണ്? എല്ലാവരും പറയണം ആൻസർ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണോ? ഓപ്ഷൻ സി ആണോ? കുഞ്ഞുങ്ങളെ? തൈറോയിഡൈറ്റിസ് ആണോ? ഓപ്ഷൻ സി ആണോ? തൈറോയിഡൈറ്റിസ്. ആണല്ലേ? തൈറോയിഡൈറ്റിസ് ആണല്ലേ? തൈറോയിഡൈറ്റിസ് അല്ലേ? അതിന് മുമ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. T3 and T4 രണ്ടും കുറഞ്ഞിരിക്കുകയാണ്. T3 ഉം T4 കുറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ദ TSH കൂടി നിന്നാൽ എന്ത് കണ്ടീഷനാ? T3 ഉം T4 കുറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ദ TSH കൂടി നിന്നാൽ കണ്ടീഷൻ ഏതാ? എന്ത് കണ്ടീഷനാ? അത് ഹൈപ്പോ ആണോ ഓർ ഹൈപ്പർ ആണോ? അത് ഹൈപ്പോ ആണോ ഓർ ഹൈപ്പർ ആണോ? ഹൈപ്പർ ആണോ? T3 T4 കുറഞ്ഞിരിക്കുകയാണ്. TSH കൂടി എന്നാൽ കണ്ടീഷൻ. എല്ലാരും പറയണം.
ഹൈപ്പോ അല്ലേ? ഹൈപ്പോ അല്ലേ? ഹൈപ്പോ അല്ലേ? ഹൈപ്പോ ആണ്. ഹൈപ്പോ അല്ലേ? ഹൈപ്പോ അല്ലേ? ഹൈപ്പോ ഹൈപ്പോ ആണ്. ഹൈപ്പോ ആണ്. പറയണേ, എല്ലാരും പറയണേ. ഹൈപ്പോ അല്ലേടെ? ഹൈപ്പോ അല്ലേടെ? ആ, ഹൈപ്പോ. ആൻഡ് ദ TSH കുറഞ്ഞ എന്തായിരിക്കും? ആൻഡ് ദ TSH കുറഞ്ഞ എന്തായിരിക്കും? ആൻഡ് ദ TSH കുറഞ്ഞ എന്താ? ഹൈപ്പർ അല്ലേ? ഹൈപ്പർ അല്ലേ? ഇത് പണ്ട് എപ്പോഴും ഒരു സൈക്യാട്രി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സൈക്യാട്രിയിലുള്ള പേഷ്യൻസിന് ഈ പറഞ്ഞ ലിഥിയം കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള തൈറോയ്ഡ് ഏതാ? ഇത് ഹൈപ്പർ ആണോ അത് ഹൈപ്പോ ആണോ? പണ്ട് സ്ഥിരം ചോദ്യം ക്വസ്റ്റ്യൻ ആയിരുന്നു. ലിഥിയം ഡ്രഗ് കഴിക്കുന്ന ആൾക്കാരിൽ പേഷ്യന്റ് ഉണ്ടാകുന്നത് ഹൈപ്പോ ആണോ ഹൈപ്പർ ആണോ? ലിഥിയം. എല്ലാരും എല്ലാരും പറയണേ. ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ? ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ? ഇത് ലിഥിയം ഡ്രഗ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത് ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ? ആലോചിച്ച് പറയുക. പറയണേ, എല്ലാരും പറയണേ. ഇപ്പൊ പറഞ്ഞ ആൾക്കാരെല്ലാം പറയണം. എല്ലാരും പറയണം. എല്ലാവരും പറയണം. ഹൈപ്പോ അല്ലേ? ഹൈപ്പോ തൈറോയിഡിസോലയുടെ ലിഥിയം ഡ്രഗ് കഴിക്കുമ്പോൾ പേഷ്യന്റ് എപ്പോഴും എന്തുണ്ടാകാൻ ചാൻസ് ഉണ്ട്? ഹൈപ്പോ തൈറോയിഡിസം അല്ലേ? റൈറ്റ് ഓർ റോങ്? ചെറവ പറഞ്ഞേ. യെസ്, അത് ഹൈപ്പോ ആണ്. ഹൈപ്പോ ആണ്. തെറ്റിക്കരുത്. ചോദിച്ചാൽ ഇനി എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ. ദ വിച്ച് ഗ്ലാൻഡ് ബേസിക്കലി റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ചെയ്യും തൈറോയിഡിന്റെ ആരായിരിക്കും? അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണോ, ഓർ ഹൈപ്പോ തലാമസ് ആണോ, ഓർ എ ആൻഡ് ബി ആണോ, ഓർ ഇത് ബി മാത്രമാണോ? തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഈ ആക്ടിവിറ്റി അത് കൺട്രോൾ ചെയ്യുകയും അതിന് റെഗുലേറ്റ് ചെയ്യുന്നതും ആരാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണോ, ഓർ ദ ഹൈപ്പോ തലാമസ് ആണോ? അത് രണ്ടുമാണോ, അതോ ഹൈപ്പോ തലാമസ് മാത്രമാണോ? ആരായിരിക്കും? എല്ലാരും പറ. ആരാ? ആ രണ്ടും ഉണ്ടോ? അത് രണ്ടും ഉണ്ടോ? എല്ലാവരും ഇതിനകത്തുള്ള എല്ലാരും പറയും രണ്ടുമുണ്ടോ? അത് രണ്ടുമുണ്ടോ? രണ്ടും ഉണ്ടല്ലേ? രണ്ടും ഉണ്ടോ അവിടെ? എല്ലാരും പറയും രണ്ടും ഉണ്ടോ അവിടെ? പറയണം. രണ്ടും ഉണ്ടല്ലോ. ഇറ്റ്സ് ഓപ്ഷൻ എ ആൻഡ് ബി ഉണ്ടല്ലോ. ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ആൻഡ് ദ ഹൈപ്പോതലാമസ് രണ്ടും ഉണ്ടല്ലോ. രണ്ടും വരുന്നുണ്ടോ? രണ്ടും വരുന്നുണ്ടല്ലേ? രണ്ടും വരുന്നുണ്ട്. മറക്കരുത്. ചോദിച്ചാൽ എഴുതുമല്ലോ. ചോദിച്ചാൽ എഴുതുമല്ലോ എല്ലാവരും. എല്ലാരും പറ. എഴുതോടെ. ഇനി ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കൂടെ ചോദിക്കാം. TSH കൺട്രോൾ ചെയ്യുന്ന ആരാ? TSH കൺട്രോൾ ചെയ്യുന്നത് അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണോ ഹൈപ്പോ തലാമസ് ആണോ? അങ്ങനെ ചോദിച്ചാൽ എന്ത് എഴുതും? TSH കൺട്രോൾ ചെയ്യുന്ന ആരാ? പിറ്റ്യൂട്ടറി ആണോ ഹൈപ്പോ തലാമസ് ആണോ? എല്ലാരും ഹൈപ്പോ തലാമസ്. ആൻഡ് T3 T4 കൺട്രോൾ ചെയ്യുന്ന ആരാ? ആൻഡ് T3 T4 കൺട്രോൾ എന്താ? T3 T4 കൺട്രോൾ ചെയ്യുന്ന ആരാ? പിറ്റ്യൂട്ടറി. യെസ്.
പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറി പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഓർമ്മ പോകുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞത് പിറ്റ്യൂട്ടറി ഡയബറ്റീസ് ആർക്കുണ്ടാവും? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിറ്റ്യൂട്ടറി ഡയബറ്റീസ് എങ്ങനെ ഉണ്ടാവൂടെ? ആർക്ക് പറയാം? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യമാണ്. പിറ്റ്യൂട്ടറി ഡയബറ്റീസ് എങ്ങനെ ഉണ്ടാവും? ആ ഒരു പേര് വന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. ആർക്ക് പറയാം? ഈ പറഞ്ഞ ഗ്രോത്ത് ഹോർമോൺ കൂടുന്നത് കൊണ്ട്, ഗ്രോത്ത് ഹോർമോൺ കൂടുന്നത് കൊണ്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലും കൂടിയാൽ എന്തുണ്ടാവും? ബോഡിയിൽ ഈ പറഞ്ഞ ഗ്രോത്ത് ഹോർമോൺ കൂടുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലും കൂടിയാൽ എന്തുണ്ടാവും? പിറ്റ്യൂട്ടറി ഡയബറ്റീസ് ഉണ്ടാവും. ഇത് പറഞ്ഞപ്പോ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. Which one of the following condition that marked by the low TSH? അത് hypothyroidism, or is the goiter, or is the hyperthyroidism, or the thyroid cancer? ഏതാണ്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. TSH കുറഞ്ഞ, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. TSH കുറഞ്ഞ എന്തായിരിക്കും? അത് ഹൈപ്പർ തൈറോയിഡിസം. TSH കുറഞ്ഞാൽ അത് ഹൈപ്പർ തൈറോയിഡിസം. മറക്കരുത്, എവിടെയെങ്കിലും കുറിച്ചിടുക. വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. TSH കുറയുകയാണെങ്കിൽ എന്തായിരിക്കും? അത് ഹൈപ്പർ അല്ലേ? TSH കുറഞ്ഞാൽ അത് ഹൈപ്പറും, ആൻഡ് T3യും T4ഉം അത് രണ്ടും കുറഞ്ഞാലോ അത് ഹൈപ്പോ അല്ലേ? T3യും T4ഉം കുറഞ്ഞാൽ, T3യും T4ഉം കുറഞ്ഞാൽ അത് ഹൈപ്പോ. T3 T4 കുറഞ്ഞ് ആൻഡ് TSH കൂടി നിൽക്കുകയാണെങ്കിൽ പേഷ്യന്റ് കണ്ടീഷൻ ഏതാ? T3യും T4ഉം കുറഞ്ഞ് ആൻഡ് TSH കൂടി എന്നാൽ പേഷ്യന്റ് കണ്ടീഷൻ എന്താ? ആൻസർ ഹൈപ്പോതൈറോയിഡിസം. അടുത്ത ക്വസ്റ്റ്യൻ, TSH കുറഞ്ഞാൽ കണ്ടീഷൻ എന്തായിരിക്കും? TSH മാത്രം കുറഞ്ഞ എന്തായിരിക്കും? അത് ഹൈപ്പർ തൈറോയിഡിസം. ഈ 10 ക്വസ്റ്റ്യൻ ക്ലിയർ ആയ എല്ലാവർക്കും? ഈ 10 ക്വസ്റ്റ്യൻ എല്ലാവർക്കും പറയട്ടെ, പറയട്ടെ. ക്ലിയർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ. The 4 small glands in the thyroid gland are considered as, അത് പീരിയൻ ഗ്ലാൻഡ് ആണോ, or അഡ്രിനൽ ഗ്ലാൻഡ് ആണോ, or it is exocrine and endocrine gland ആണോ, or the parathyroid gland ആണോ? പറഞ്ഞേ പറ്റുള്ളൂ, സമയം തരാം. ചോദിക്കും. The 4 small glands in thyroid gland are considered as, എല്ലാവരും എന്റെ നോട്ടിൽ ഇത് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി നോട്ട് വായിച്ചവർക്ക് മനസ്സിലായി കാണും. The 4 എന്ന് പറയുമ്പോൾ സൈഡിൽ ഒരു കോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. It is the 2 number എന്ന് കൊടുത്തിട്ടുണ്ട്. The 2 pairs എന്ന് കൊടുത്ത് കണ്ടോ ആരെങ്കിലും ആ നോട്ട്, സ്റ്റഡി നോട്ട് കണ്ടോ ആരെങ്കിലും? കണ്ടോ? വായിച്ചില്ല. വായിച്ചിട്ടുണ്ടോ അവിടെ? The 2 pairs അല്ലെ? The 2 pairs എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്രയുണ്ട്? 4 small glands ആണ്. അതാരാ? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണോടെ? അത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണല്ലേ? മറക്കരുത്. അതാരാ? അത് പാരാതൈറോയ്ഡ്. ഈ ക്വസ്റ്റ്യൻ കേരള പി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് കേരള പി പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് അതിന് ഉത്തരവായിട്ട് വരുന്നത്. ഇനി ചോദിക്കട്ടെ, ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് കളർ എന്താ? പാരാതൈറോയ്ഡിന്റെ കളർ എന്താ? കളർ ഡാർക്ക് ബ്രൗൺ അല്ലേ? ഡാർക്ക് ബ്രൗൺ കളറാണ്. മറക്കരുത്. അതിന്റെ വെയിറ്റ് എത്രയുണ്ട്? എത്ര വെയിറ്റ് വെച്ചോണ്ട്? ഈച്ച് എത്ര വെയിറ്റ് ഉണ്ട്? 40 ഗ്രാം ഉണ്ടോ? 40 ഗ്രാം ഈച്ച് ഉണ്ടോ? 40 ഗ്രാം വെച്ച് ഈച്ച് ഉണ്ടോ? 40 ഗ്രാം വെച്ച് ഈച്ച് ഉണ്ടോ? ഉണ്ട്. ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ആർക്ക് പറയാം? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്?
പാരാത്തോർമോൺ ആണോ? ദ പി ടി എച്ച് ആണോ? ദ പി ടി എച്ച് ആണോ? പാരാത്തോർമോൺ എന്ന പി ടി എച്ച് ആണോ? എല്ലാവരും ദ പാരാതൈറോ ഗ്ലാൻഡ് എന്ത് സെക്രട്ടറി? പി ടി എച്ച് സെക്രട്ടറി. ഇനി ഇങ്ങനെയും ചോദിക്കാം, ആ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിലുള്ള ആ ഒരു സെല്ല് ഏതാണ്? ദ പി ടി എച്ച് ആയ ദ പാരാതോർമോൺ സെക്രട്ടറി സെല്ല് ഏതെന്ന് ചോദിച്ചാൽ എന്ത് സെല്ല് എഴുതും? അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് എഴുതും? അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് എന്ത് സെല്ല് എഴുതും? ഏത് സെല്ല? എനിയോൺ അറിയാമോ? അറിഞ്ഞൂടെ? നിങ്ങൾ ഉത്തരം കേൾക്കണം. എല്ലാരും ആരോ പറഞ്ഞു സെല്ലിന്റെ പേര് ആരോ പറഞ്ഞു? ചീഫ് സെല്ലാണോ? ദ ചീഫ് സെല്ലാണോ? ദ ചീഫ് സെല്ലാണോ? ദ ചീഫ് സെൽസ് ആണോ? ദ പ്രിൻസിപ്പൽ സെൽ എന്ന് വിളിക്കുന്ന മറ്റൊരു പേര് ദ പ്രിൻസിപ്പൽ സെൽ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ആരും കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇറ്റ് ദ പ്രിൻസിപ്പൽ സെൽ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ദ ചീഫ് സെല്ലിനെ വിളിക്കുന്നതല്ലേ ദ പ്രിൻസിപ്പൽ സെൽ എന്ന് വിളിക്കാറുണ്ട്. ദ പ്രിൻസിപ്പൽ സെൽ എന്നും വിളിക്കാറുണ്ട്. അതിലുള്ള ദ ചീഫ് സെല്ലാണ് എന്ത് സെക്രീറ്റ്? പാരാത്തോർമോണായ ദ പി ടി എച്ചിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി ഒരിക്കലും മറക്കരുത്, ഇൻ ദ പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൽ ആ ഒരു സെല്ലിന്റെ പേരേതാ? ദ പി ടി എ സെക്രീറ്റ് ചെയ്ത സെല്ലിന്റെ പേരെന്താ? പലപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങൾ പഠിക്കാൻ വിട്ടുപോകുന്ന ഒരു കാര്യം കൂടെയാണ്. ആരാണ് ദ പാരാതൈറോയ്ഡിലുള്ള ദ സെല്ല് ഏതാണ്? ദ പി ടി എച്ച് സെക്രീറ്റ് ചെയ്യുന്ന സെല്ലിന്റെ പേരെന്താണ്? ചോദിക്കും പല പ്രാവശ്യം ചോദിച്ചു. ഏത് സെല്ല? ഏത് സെല്ല? ചീഫ് സെൽ അല്ലേ? ദ ചീഫ് സെൽ അല്ലേ? ദ ചീഫ് സെൽ എന്ന് ഓർമ്മിക്കോ? ഓർമ്മിക്കൂടെ? എന്താ ഫങ്ഷൻ? എന്താ ദ ഫങ്ഷൻ ഓഫ് ദ പി ടി എച്ച്? ദ ഫങ്ഷൻ ഓഫ് ദ പി ടി എച്ച് എന്തൊക്കെയുണ്ട്? ആർക്ക് പറയാം? ദ ഫങ്ഷൻസ് ഓഫ് ദ പി ടി എച്ച്. ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണ്. ഫങ്ഷൻസ് ഓഫ് പി ടി എച്ച് എന്താ? ഫങ്ഷൻസ് ഇപ്പൊ നമ്മുടെ ബ്ലഡിലെ കാൽഷ്യം ലെവൽ കൂട്ടുന്ന ആരാ? നമ്മുടെ ബ്ലഡിലെ കാൽഷ്യം ലെവൽ കൂട്ടുന്ന ആളാരാ? നമ്മുടെ ബ്ലഡിലെ കാൽഷ്യം ലെവൽ കൂട്ടുന്ന ആളാരാ? ദ പി ടി എച്ചിന്റെ ഫങ്ഷൻ അല്ലേ? ദ പി ടി എച്ചിന്റെ ഫങ്ഷൻ അല്ലേ? ഈ ബ്ലഡിൽ ആരാണ് കാൽഷ്യം ലെവൽ കൂട്ടുന്നത്? പി ടി എച്ച് ആണ്. പി ടി എച്ച് ആണ്. ആണോടെ? പറയടേ അറിയാമെങ്കിൽ പറയടേ. യെസ് ഓർ നോ? ഈ പി ടി എച്ച് ആണോ നമ്മൾ ബ്ലഡിലെ കാൽഷ്യം ലെവൽ കൂട്ടുന്നത്? കാൽഷ്യം ലെവൽ കൂട്ടുന്ന ആളുടെ പേരെന്താ? പി ടി എച്ച് അല്ലേ? പി ടി എച്ച് ആണ്. പി ടി എച്ച് ആണ് കൂട്ടുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കും. ഇത് കാൽഷ്യം ലെവൽ ഓഫ് കാൽഷ്യം എത്രയാ? ഏറ്റവും നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം എത്രയാ? ആർക്ക് പറയാം? കാൽഷ്യത്തിന്റെ ഏറ്റവും നോർമൽ ലെവൽ എത്രയാ? ലെവൽ ചോദിച്ച എഴുതണം. എത്രയാ? ഒരു 9 തൊട്ട് 11 ആണോ? അവിടെ mg/dl ആണോ? 4.5 to 5.5 ദ മില്ലി ഈക്വലന്റ് പെർ ലിറ്ററുമാണോ? ഇങ്ങനെയും പറയാറില്ലേ? ആലോചിച്ച് നോക്കിയേ. ദ കാൽഷ്യം ലെവൽ നോർമൽ എത്രയാ? ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ കാൽഷ്യം ലെവൽ നോർമൽ എത്രയാ? ഒന്നെങ്കിൽ ഇറ്റ്സ് ദ 4.5 തൊട്ട് ദ 5.5 ദ മില്ലി ഈക്വലന്റ് പെർ ലിറ്ററും, അല്ലെങ്കിൽ ഓർ എന്താ? ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 9 to 11 mg/dl അല്ലേ? ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏതെങ്കിലും PSC എക്സാം കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഈ പറഞ്ഞ 4.5ഉം 5.5ഉം കണ്ടിട്ടുണ്ടോ? ദ 4.5 തൊട്ട് ദ 5.5 ദ മില്ലി ഈക്വലന്റ് പെർ ലിറ്റർ എന്നൊരു ആൻസർ ഈ നിങ്ങൾ എഴുതിയ കഴിഞ്ഞ 2-3 വർഷത്തിനിടെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. മറന്നു പോകരുത്. ഇത്രയും കിട്ടിയോ?
ഇത്രയും കിട്ടിയോടെ? ഇത്രയും കിട്ടിയോടെ? പാരാതൈറോയ്ഡ് ഗ്ലാൻഡിനെ കുറിച്ച് ഇത്ര കിട്ടിയോ? കിട്ടി. ഇനിയും അറിയണോ? ഇനിയും അറിയണമെങ്കിൽ പി ടി എച്ച് കുറഞ്ഞാൽ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? അപ്പൊ നിങ്ങളുടെ ബോഡിയിൽ പി ടി എച്ച് കുറയുകയാണെങ്കിൽ എന്തുണ്ടാവാം? ഹൈപ്പോ കാൽഷ്യമയിലോട്ട് പോകത്തില്ലേ? പി ടി എച്ച് കുറഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഇതേ അളവിൽ നിന്ന്, ഈ ഒരു അളവിൽ നിന്ന്, ഞാൻ ഈ പറഞ്ഞ അളവിൽ നിന്ന് നിങ്ങളുടെ ബോഡിയിൽ പി ടി എച്ച് കുറയുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഹൈപ്പോ കാൽഷ്യമia ഉണ്ടാവും. ആ ഹൈപ്പോ കാൽഷ്യമയല്ലേ പതിയെ പതിയെ ടെറ്റനിയിലോട്ട് പോകുന്നത്. ആ ഹൈപ്പോ കാൽഷ്യമയല്ലേ പതിയെ പതിയെ ടെറ്റനിയിലോട്ടും പോകുന്നുണ്ട്. ടെറ്റനി കേരള പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ? ടെറ്റനി കേരള പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ? കണ്ടിട്ടുണ്ടോ പലരും? ഉണ്ട്. ടെറ്റനി കേരള പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പം ഇതുമായി കണക്ട് ചെയ്ത് പഠിക്കുക. ഈ പറഞ്ഞ പി ടി എച്ച് കുറയുന്നു, ആദ്യം എന്തുണ്ടാവും? പി ടി എച്ച് കുറയും, ആദ്യം എന്തുണ്ടാവും? ഹൈപ്പോ കാൽഷ്യമി വരും, ബോഡിയിൽ ഹൈപ്പോ കാൽഷ്യമി വരും. ആ ഹൈപ്പോ കാൽഷ്യമയാണ് പതിയെ പതിയെ ടെറ്റനിയിലോട്ടും പോകുന്നത്. അവിടെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ക്ലാസിക്കൽ സയൻസ് ഓഫ് ടെറ്റനി ഏതാ? അവിടെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ക്ലാസിക്കൽ സയൻസ് ഓഫ് ടെറ്റനി. രണ്ടെണ്ണം ഉണ്ട്. ആർക്ക് പറയാം? ദ ക്ലാസിക്കൽ സയൻസ് ഓഫ് ടെറ്റനി ഉണ്ട്. സൈനും ട്രൗസേ സൈനും ആണോടെ? കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എവിടെ? ഓർമ്മയുണ്ടല്ലേ? എല്ലാരും പറഞ്ഞ സൈനിന്റെ പേര്. ട്രൗസേ സൈനും ചെവ്സ്റ്റോക്ക് സൈനും അല്ലേ? രണ്ട് സൈനുമാണ് എന്താണ് ടെറ്റനിയുടെ ദ ക്ലാസിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ആ പേര് കിട്ടിയോ എല്ലാവർക്കും? രണ്ടുപേർക്ക് ആ പേര് കിട്ടിയോ? എല്ലാവർക്കും പേര് കിട്ടിയോ? ദ ടെറ്റനിയുടെ ക്ലാസിക്കൽ സയൻസ് പേര് കിട്ടിയോ? പേര് കിട്ടിയെങ്കിൽ പറയണം. പേര് കിട്ടുമെങ്കിൽ ആൻസർ പറഞ്ഞോ. ആദ്യം ഒരാൾക്ക് മസ്കുലർ സ്പാസം ഉണ്ടാവും. നിങ്ങളുടെ ഈ പറഞ്ഞത് കയ്യിലും വൃസ്റ്റിലും എല്ലാം മസ്കുലർ സ്പാസം ഉണ്ടാവും. അവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഏത് സൈനാ? പറയടെ. നിങ്ങളുടെ കയ്യില് എക്സ്പെഷ്യലി പറഞ്ഞ ഇറ്റ് ഈസ് അപ്പർ ആമിലല്ലേ? അപ്പർ ആമിൽ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ, അപ്പർ ആമിലുള്ള ഈ പറഞ്ഞ ബ്ലഡ് വെസലിനും ആൻഡ് നെർവ്സിലും ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ഒരു മസ്കുലർ സ്പാസം പോലെ വന്നാൽ അത് ഏത് സൈനാ? എല്ലാവരും ട്രൗസേ സൈൻ അല്ലേ? ട്രൗസേ സൈൻ അല്ലേ? അല്ലേ? ആണ്. മറക്കരുത്, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ ഫേഷ്യൽ എന്താണ് ഈ പറഞ്ഞ പാരോട്ടിഡ് ഗ്ലാൻഡ് ഏരിയയിലോട്ട് എന്താണ് ഫേഷ്യൽ നെർവിനോട്ട് ഒരു ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഫേഷ്യൽ മസിലിന് സ്പാസം വന്നാൽ ആ സൈൻ ഏതാ? ഫേഷ്യൽ നെർവിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഫേഷ്യൽ മസിലിൽ ഒരു സ്പാസം വന്നാൽ അതേത് സൈനാ? ചെവ്സ്റ്റോക്ക് സൈൻ അല്ലേ? അല്ലേ? യെസ്. ഇതുമായി ബന്ധപ്പെട്ട കിട്ടിയോടെ എല്ലാവർക്കും? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എല്ലാവർക്കും കിട്ടിയോടെ? പറഞ്ഞു. യെസ്. ഇത്രയും പറഞ്ഞ് ക്ലിയർ ആയോടെ? എല്ലാവരും ക്ലിയർ ആയി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. A true experimental design in research that is characterized by എന്താ? റാൻഡമൈസേഷൻ ആണോ? മാനിപ്പുലേഷൻ ആണോ? ഇറ്റ്സ് ദ ഹാർത്രോസ്റ്റ് എഫക്റ്റ് ആണോ? ഓർ ദ കൺട്രോൾ ആണോ? റിസർച്ചിൽ നിന്നൊരു ക്വസ്റ്റ്യൻ. എല്ലാവരും എക്സെപ്റ്റാ ചോദിച്ചിരിക്കുന്നത്.
അത് എക്സെപ്റ്റ് ആ ചോദിച്ചിരിക്കുന്ന ട്രൂ എക്സ്പെരിമെന്റ് ഡിസൈനിൽ അല്ലാത്തതേതാ അത് അറിയുന്ന മുമ്പേ ഫസ്റ്റ് ഓപ്ഷനായ റാൻഡമൈസേഷൻ എന്താ? അത് ഫസ്റ്റ് കാര്യം ചോദിക്കട്ടെ. റാൻഡമൈസേഷൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞേ. റാൻഡമൈസേഷൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞേ. ഒരു കോയിൻ എടുത്തിട്ട് അതിന് ഫ്ലിപ്പ് ചെയ്യുകയല്ലേ? അല്ലേടെ റാൻഡമൈസേഷൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഏതാ? പഠിക്കും, എന്തായാലും പഠിക്കും. എന്താണ് റിസർച്ചിൽ പഠിക്കും. ഏതാ റാൻഡമൈസേഷൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ? ഒരു കോയിൻ എടുത്ത് ഫ്ലിപ്പ് ചെയ്യുക, അത് ടെയിലോ ഹെഡോ വരാം. അതേതാ? റാൻഡമൈസേഷനിലല്ലേ വരുന്നത്? അല്ലേ? ആണ്. അടുത്ത കാര്യം, ഇപ്പൊ നിങ്ങൾ എന്താണ് സ്ഥിരമായി ഈ പറഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ഒബ്സർവേഷൻ കൊണ്ട് തന്നെ ഇപ്പൊ എന്താ നിങ്ങളുടെ ബിഹേവിയർ എല്ലാം എന്താണ് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റിനെ വിളിക്കുന്ന പേരെന്താ? ബിഹേവിയറും എല്ലാം ഏതേതാ? ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് നിങ്ങളെ പഠിക്കുന്നുണ്ടോ ചോദിക്കുന്നത് കൊണ്ട്, ഞാൻ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് കൊണ്ട് ഇവിടെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത വിളിക്കുന്ന പേരെന്താ? ആ ഒരു എഫർട്ടിനെ വിളിക്കുന്ന പേരെന്താ? ഏതാടേ? പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു റെസ്പോൺസിന് എതിരായിട്ട് പഠിച്ച എന്തായിരിക്കും ഇവിടെ? അത് ഏത് എഫക്റ്റ് ആയിരിക്കും? ആ ഒരു ഒബ്സർവേഷണൽ എഫക്റ്റിന്റെ പേരെന്താ? അവിടെ ഇൻഡിവിജ്വൽസ് മോഡിഫൈ ചെയ്യും, അവിടെ ഇംപ്രൂവ് ചെയ്യും. നിങ്ങളുടെ ബിഹേവിയർ എല്ലാം അത് ഇംപ്രൂവ് ചെയ്താൽ ആ ഒരു എഫക്റ്റിനെ വിളിക്കുന്ന പേരെന്താ? ദാറ്റ് ഈസ് ഹാവ്ത്രോൺ എഫക്റ്റ് അല്ലേ? അല്ലേ? ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തെറ്റായി പറഞ്ഞത് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പർപ്പസ്ഫുള്ളി അവിടെ ചേഞ്ച് ചെയ്യുന്ന കാര്യമല്ലേ? ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പർപ്പസ്ഫുള്ളി ചേഞ്ച് ചെയ്താൽ അത് മാനിപ്പുലേഷൻ അല്ലേ? അല്ലേ? ഇപ്പൊ ഞാനൊരു റിസർച്ചറാണ്. ഇപ്പൊ ഞാനാണ് റിസർച്ചർ. അപ്പൊ ഞാൻ പർപ്പസ്ഫുള്ളി ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതല്ലേ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്? അല്ലേ? ഇപ്പൊ എനിക്കിവിടെ വേണമെങ്കിൽ പർപ്പസ്ഫുള്ളി നിങ്ങൾ നല്ല സ്ട്രെസ് കയറ്റി പഠിപ്പിക്കാം, ശരിയാണല്ലോ? ഇപ്പൊ എനിക്കിവിടെ വേണമെങ്കിൽ നല്ല പർപ്പസ്ഫുള്ളി നിങ്ങൾ സ്ട്രെസ് കയറ്റി പഠിപ്പിക്കാം, സ്ട്രെസ് ഇല്ലാതെ പഠിപ്പിക്കാം. ആണോല്ലോ? അപ്പൊ അതല്ലേ ഇസ് ദ മാനിപ്പുലേഷൻ. എനിക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാം. എനിക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഓരോരുത്തരെയും മാനിപ്പുലേറ്റ് ചെയ്യാം. ചെയ്തുകൂടെ? ആ, ചെയ്യാം. അങ്ങനെ ചെയ്യണോ? വേണ്ടല്ലോ? വേണ്ട. ചോദിക്കട്ടെ, ചുമ്മാ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. അവിടെ എത്ര ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ഉണ്ട്? എത്ര ടൈപ്പ് ഓഫ് ടോട്ടൽ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ ഉണ്ട്? 1 ആണോ 2 ആണോ 3 ആണോ? 1 ആണോ 2 ആണോ 3 ആണോ? എത്ര ടൈപ്പ് ഓഫ് റിസർച്ച് എക്സ്പെരിമെന്റൽ ഡിസൈൻ ഉണ്ട്? എത്രയുണ്ട്? അതിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദ ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈനും ഉണ്ട്. ആൻഡ് ദ കോസി എക്സ്പെരിമെന്റൽ കേട്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് ദ കോസി എക്സ്പെരിമെന്റൽ എവിടെയൊക്കെ പഠിക്കും നമ്മൾ അതൊക്കെ. ദ കോസി എക്സ്പെരിമെന്റൽ ഡിസൈനും ഉണ്ട്, ആൻഡ് ദ ട്രൂ ഉണ്ട്. ഇത് രണ്ടും കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും? യെസ്. സോ ഇത് പഠിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇസ് ദ മീനിങ്ലെസ് and inherent the mixture of the word and the phrases is termed as the word salad ആണോ, the parallel ആണോ, the verbigration ആണോ, the neologism ആണോ? The meaningless and the incoherent the mixture of the words and the phrases is termed as the word salad ആണോ, or the parallel ആണോ, the verbigration ആണോ, or the neologism ആണോ?
എല്ലാവരും സൈക്യാട്രിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സൈക്യാട്രിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആർക്ക് പറയാം? എല്ലാവരും ഇപ്പൊ ഉള്ള എല്ലാവരും പറയണം. അത് ഏത് ഓപ്ഷനാ? ഏത് ഓപ്ഷനാ? ചുമ്മാ കമന്റ്. ഏതാ? ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ തന്നെയാണ് ശരി ആൻസർ. ഓപ്ഷൻ എ തന്നെയാണ്. ദ വേർഡ് സലാഡ് തന്നെയാണ് ആൻസർ അല്ലേ? ദ വേർഡ് സലാഡ് തന്നെയാണ് ആൻസർ വരുന്നത്. ശരിയാണ്, എല്ലാവരും പറഞ്ഞത് ശരിയാണ്. അപ്പൊ നമുക്കിന്റെ ബാക്കി ഓപ്ഷൻസ് നോക്കണ്ടേ? ബാക്കി ഓപ്ഷൻസ് നോക്കണം. ബാക്കി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ നിയോലോഗസ് എന്ന് വെച്ചാൽ എന്താ? ഇതെന്താ സംഭവം? നിങ്ങൾ കേൾക്കാത്തൊരു പേരാണ്. എന്താണ് ഈ സംഭവം? അത് എന്താണ്? ഒരാളുടെ പുതിയ വാക്കുകൾ പറഞ്ഞാലും ഒരുപാട് പുതിയ എക്സ്പ്രഷൻസ് കാണിക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടോ? ചില ആൾക്കാർ ചില സമയത്ത് പുതിയ വാക്കുകൾ പറയാറുണ്ട്, കുറെ പുതിയ വേർഡ്സ് പറയാറുണ്ടല്ലേ? അപ്പൊ അതിനെ വിളിക്കുന്ന പേരെന്താ? ദ നിയോലോഗിസം അല്ലേ? അല്ല, പുതിയ ടേമുകൾ, പുതിയ എക്സ്പ്രഷൻസ് ഉണ്ടോ അവിടെ ആർക്കെങ്കിലും? ഇതേപോലെ ഉണ്ടോ അവിടെ? വിളിക്കുന്ന പേരെന്താ? ദ നിയോലോഗിസം വിളിക്കാറുണ്ടല്ലേ? ദ നിയോ എന്ന വാക്കിന്റെ മീനിങ് എന്താ? ദ നിയോ എന്ന വാക്കിന്റെ മീനിങ് എന്താ? ഇറ്റ് ഇസ് ദ ന്യൂ എന്നല്ലേ? ഇറ്റ് ദ നിയോ എന്ന വാക്കിന്റെ മീനിങ് എന്താ? ഇറ്റ് ദ ന്യൂ എന്ന് പറയാം. ആൻഡ് ദ ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേർഡ് അല്ലെങ്കിൽ സ്പീച്ച് എന്നും പറയാം. ഇറ്റ്സ് ദ വേർഡ്സ് അല്ലെങ്കിൽ സ്പീച്ചും ആവാം. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇറ്റ് ഇസ് ദ നിയോലോഗിസം എന്ന് വിളിക്കുന്നത്. ഇത് എന്താണ്? ഇറ്റ് ദ ടേംസ് ആവാം, ഇറ്റ് ദ വേർഡ്സ് ആവാം, ആൻഡ് ദ ഫ്രേസസ് ആവാം, ആൻഡ് ഇറ്റ് ദ എക്സ്പ്രഷനും കൂടെ ആയിക്കൂടെ ഒരാളുടെ? അല്ലേ? അതും ആയിക്കൂടെ? ഇത് എക്സ്പ്രഷൻ കൂടെ ആയിക്കൂടെ? ആവാം. അടുത്ത ഓപ്ഷൻ ഇത് പാരാലാലിയസ് എന്താ? അടുത്ത ഓപ്ഷൻ ആയത് പാരാലാലിയസ് എന്താ? പാരാലാലിയ എവിടെയും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പാരാലാലിയ? എവിടെയാണ് പാരാലാലിയ? സ്പീച്ച് ഡിസോർഡർ ആണോ? പാരാലാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ. ഇപ്പൊ ഞാൻ റാബിറ്റിന് പകരം എന്താണ് ഈ പറഞ്ഞത്? റാബിറ്റ് എന്ന് പറഞ്ഞാൽ അത് പാരാലാലിയ അല്ലേ? ഇവിടെ ഞാൻ റാബിറ്റിന് പകരം റാബിറ്റ് എന്ന് പറഞ്ഞാൽ അത് പാരാലാലിയ അല്ലേ? സ്പീച്ച് ഡിസോർഡർ കൊണ്ടല്ലേ? ഇപ്പൊ ഒരു വാക്കിന് പകരം ഞാൻ വേറൊരു വാക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ലേ? ഞാനൊരു വാക്കിന് പകരം അവിടെ വേറൊരു വാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിളിക്കാം? പാരാലാലിയ. ഞാൻ ഒരു വാക്കിന് പകരം എന്താണ്? അവിടെ സ്പീച്ചിന് പകരം ഞാൻ അവിടെ വേറൊരു വാക്കിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിളിക്കുന്ന പേര് പാരാലാലിയ എന്ന് വിളിക്കാം. പാരാലാലിയ. ഇത് എവിടെയും കേട്ടിട്ടുണ്ടോ? ഇത് എവിടെയും കേട്ടിട്ടുണ്ടോ? എവിടെയും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? യെസ്, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാണ്. കാരണം എന്താ? ഇത് മിക്കവാറും നിങ്ങൾ ഇത് തിയറി പഠിക്കുമ്പോൾ പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാറില്ല. ശരിയല്ലേ? നമ്മൾ ഈ പറഞ്ഞ തിയറി പഠിക്കുമ്പോൾ സൈക്യാട്രിയിൽ ഒന്നും കാണാറില്ല അല്ലേ? ഇല്ലേ? ഇതിന്റെ തിയറി ക്ലാസ്സുകളിലൊന്നും മിക്കവാറും ഇതുപോലത്തെ ടേംസ് ഒന്നും കാണാറില്ല. അതുകൊണ്ടായിരിക്കും മിക്കവാറും ഇതൊരു ഓപ്ഷൻ വരുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ആയി പോകുന്നത്. ശരിയാണോ അല്ലയോ? ഈ പറഞ്ഞ ബാക്കിയെല്ലാം കാണും. ഈ പറഞ്ഞത് വെർബിഗ്രേഷനും ഈ പറഞ്ഞത് വേർഡ് സലാഡും എല്ലാം കാണുന്ന കാര്യമാണ്. പക്ഷെ ഈ പറഞ്ഞത് പാരാലാലിയൊന്നും നിങ്ങൾ കാണാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. യെസ്, അടുത്ത ഓപ്ഷനായി ഇത് വെർബിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത ഓപ്ഷനായി പറഞ്ഞത് വെർബിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വെർബിഗ്രേഷൻ? എന്താണ് വെർബിഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇപ്പൊ ഞാൻ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു സെയിം ആൻസറിനെ വീണ്ടും പറഞ്ഞു. എന്തായിരിക്കും അവിടെ? റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു.
ഒരേ സെയിം ആൻസർ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, വീണ്ടും വീണ്ടും സെയിം ആൻസർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് വെർബിഗ്രേഷൻ അല്ലേ? അത് വെർബിഗ്രേഷൻ ആണ്. അതുപോലൊരു വാക്ക് കൂടെ ഉണ്ട്. ആർക്ക് പറയാം? സെയിം ഇതുപോലൊരു വാക്ക് പഠിക്കാനുണ്ട്. ഇത് പെർസിവറേഷൻ ആണോടെ? ഇത് പെർസിവറേഷൻ ആണോ? ആണോ? അവിടെ എങ്ങനെയായിരിക്കും? അവിടെ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ എനിക്ക് കിട്ടുന്ന ആൻസർ എല്ലാം ദ സെയിം ആൻസർ ആയിരിക്കത്തില്ലേ? ഞാൻ നിങ്ങളോടിരുന്നു കൊണ്ട് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ മാറി മാറി ചോദിക്കും, പക്ഷെ നിങ്ങൾ എപ്പോഴും സ്ഥിരമായി ഒരേ ആൻസർ, ദ സെയിം ആൻസർ മാത്രം വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ അതെന്താ? ഇറ്റ് പെർസിവറേഷൻ അല്ലേ? അല്ലേ? രണ്ടിന് വ്യത്യാസം മനസ്സിലായോ? ദ പെർസിവറേഷനും ആൻഡ് ദ വെർബിഗ്രേഷനും വ്യത്യാസം മനസ്സിലായോ? ചോദിക്കും പലവട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെയല്ലേ പഠിക്കുക. ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ദ സെയിം ആൻസർ ആണെങ്കിൽ എന്താ? ഡിഫറെന്റ് ക്വസ്റ്റ്യൻ സെയിം ആൻസർ ആണെങ്കിൽ എന്താ? എല്ലാവരും ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ദ സെയിം ആൻസർ ആണെങ്കിൽ എല്ലാരും പറയട്ടെ, പെർസിവറേഷൻ അല്ലേ? അടുത്ത ഒറ്റ ക്വസ്റ്റ്യൻ പക്ഷെ അവിടെ വ്യത്യസ്തമായ ആൻസർ റിപ്പീറ്റ് ചെയ്യുന്നു. ഒറ്റ ക്വസ്റ്റ്യൻ പക്ഷെ ആൻസർ മാത്രം വ്യത്യസ്തമായി റിപ്പീറ്റ് ചെയ്യുന്നു. ഏതായിരിക്കും? അത് വെർബിഗ്രേഷൻ. ക്ലിയർ ആയോ? ഇനി സലാഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ വേർഡ് സലാഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ മിക്സ്ചർ ഓഫ് ദ വേർഡ്സ് ആണോ? ആണോടെ? കാറ്റ് ബാറ്റ് സാറ്റ് അതാണോടെ? ദ കാറ്റ് ബാറ്റ് സാറ്റ് അതൊക്കെയാണോടെ? ഞാൻ ഇപ്പൊ പറയാണ് ദ കാറ്റ് എന്നും ബാറ്റ് എന്നും സാറ്റ് എന്നും റാറ്റ് എന്നും എല്ലാം പറഞ്ഞാൽ അതെന്താ? വേർഡ് സലാഡ് അല്ലേ? സലാഡ് ദ റാൻഡം വേർഡ്സ് അല്ലേ? ദ റാൻഡം വേർഡ്സ് ഓർ ദ ഫ്രേസസ്. that's linked together. ശരിയാണോ അല്ലയോ? ഒരു കണക്ഷൻ പറയല്ലേ? റാറ്റ് എന്നും സാറ്റ് എന്നും ബാറ്റ് എന്നും എന്ത് വേണമെങ്കിലും കണക്ട് ചെയ്ത് എന്താണ്? ദ ഫ്രേസസും അല്ലെങ്കിൽ ദ വേർഡ്സും റാൻഡമായി പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുന്ന പേര് ദ വേർഡ് സലാഡ് എന്നും വിളിക്കാം. സോ എല്ലാം ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യം ക്ലിയർ ആയോ? സോ അടുത്ത ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും. 18ാമത്തെ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ the oral polio vaccine under the pulse polio immunization program is given to the children up to the age of എത്ര വയസ്സ് വരെ? അണ്ടർ 5 വരെ അല്ലേ? ശരി, ഇതിന്റെ ആൻസർ ചറവ കിട്ടും. ചറവറ പറഞ്ഞു. എങ്കിൽ ചോദിക്കട്ടെ, ദ ഫസ്റ്റ് ഡോസ് എപ്പോഴാണ് കൊടുക്കുന്നത്? ദ ഫസ്റ്റ് ഡോസ് ഓഫ് OPV എപ്പോഴാ? അറ്റ് ദ ബർത്ത് അല്ലേ? സീറോ ഡോസ് എന്നും പറയാറുണ്ടല്ലേ? ഫസ്റ്റ് ഡോസ് 0 ഡോസ് എന്നും പറയാറുണ്ടോ? സീറോ ഡോസ്. അത് എത്ര ഡ്രോപ്സ്? 2 ഡ്രോപ്സ് ഓറൽ ഒട്ടൊഴിയല്ലേ? 2 ഡ്രോപ്സ് ഓറൽ ഒട്ടൊഴി. ഇനി ദ സെക്കൻഡ് ഡോസ് എപ്പോഴാണ് കൊടുക്കുന്നത്? ദ സെക്കൻഡ് ഡോസ് ഓഫ് OPV എപ്പോഴാ? എത്രാമത്തെ വീക്കാ? സെക്കൻഡ് ഡോസ് ഓഫ് OPV എത്രാമത്തെ വീക്കാ? എല്ലാവരും പറഞ്ഞു. ചോദിക്കുക, എല്ലാവരും പറഞ്ഞേ പറ്റുള്ളൂ. അറ്റ് ബർത്തിൽ നമ്മൾ 0 ഡോസ് കൊടുക്കും അല്ലേ? അറ്റ് ബർത്തിൽ നമ്മൾ എന്താണ്? 0 ഡോസ് കൊടുക്കും അല്ലേ? അറ്റ് ബർത്തിൽ 0 ഡോസ് കൊടുക്കും.
ഇനി ദ ഫസ്റ്റ് ഡോസ് ഓഫ് ഒ പി വി എപ്പോഴാ? ഫസ്റ്റ് ഡോസ് ഓഫ് ഒ പി എപ്പോഴാ? 6ാമത്തെ വീക്കല്ലേ? 6ാമത്തെ വീക്കല്ലേ? ഫസ്റ്റ് ഡോസ് ഓഫ് ഒ പി വി എപ്പോഴാ? ഫസ്റ്റ് ഡോസ് ഓഫ് ഒ പി വി എപ്പോഴാ? പറയട്ടെ, ഫസ്റ്റ് ഡോസ് ഓഫ് പി വി എപ്പോഴാ? ഫസ്റ്റ് ഡോസ് ഓഫ് ഒ പി വി എത്രാമത്തെ വീക്കിലാ? 6ാമത്തെ വീക്കിൽ. 6ാമത്തെ വീക്കിൽ ഫസ്റ്റ് ഡോസ് ഓഫ് ഒ പി വി. അറ്റ് ബർത്തിൽ 0 ഡോസ് കൊടുത്തോ? അറ്റ് ബർത്തിൽ 0 ഡോസ് കൊടുത്തു. അപ്പൊ ഫസ്റ്റ് ഡോസ് എപ്പോഴാ? 6ാമത്തെ വീക്കിലാണ്. ഫസ്റ്റ് ഡോസ് എപ്പോഴാ? 6ാമത്തെ വീക്കിലാണ്. ഇനി സെക്കൻഡ് ഡോസ് ഓഫ് ഒ പി വി എപ്പോഴാ? സെക്കൻഡ് ഡോസ് ഓഫ് ഒ പി വി എപ്പോഴാ? 10ാമത്തെ വീക്കിലാണ്. അവിടെ സെക്കൻഡ് ഡോസ് ഓഫ് ഒ പി വി എപ്പോഴാ? 10ാമത്തെ വീക്കിലാണ്. ഒ പി വിയുടെ സെക്കൻഡ് ഡോസ് എപ്പോഴാ? അത് 10ാമത്തെ വീക്കിലാണ്. മറക്കരുത്. ഈ ക്വസ്റ്റ്യൻ പലവട്ടം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്. അറ്റ് ബർത്തിലാണെങ്കിൽ 0 ഡോസ്. ഫസ്റ്റ് ഡോസ് ആണെങ്കിൽ എത്രാമത്തെ വീക്കിലാ? 6ാമത്തെ വീക്കല്ലേ? ഫസ്റ്റ് ഡോസ് ആണെങ്കിൽ എത്ര? 6ാമത്തെ വീക്കും. സെക്കൻഡ് ഡോസ് ആണെങ്കിൽ 10ാമത്തെ വീക്കിലും. അവിടെ തീർന്നോ? അവിടെ തീർന്നോ? അവിടെ തീർന്നോ? ഒ പി വിയുടെ തേർഡ് ഡോസ് എപ്പോഴാ? ഒ പി വിയുടെ തേർഡ് ഡോസ് എപ്പോഴാ? എത്രാമത്തെ വീക്കിൽ? ഒ പി വിയുടെ തേർഡ് ഡോസ് 14ാമത്തെ വീക്കിൽ അല്ലെ? 14ാമത്തെ വീക്കിൽ ഒ പി വിയുടെ തേർഡ് ഡോസും കൊടുക്കാറുണ്ട്. 14ാമത്തെ വീക്കിൽ. അവിടെ കഴിഞ്ഞോടെ? അതോടെ കഴിഞ്ഞോ? ഒ പി വി ഈ പറഞ്ഞ ബൂസ്റ്റർ ഡോസ് എപ്പോഴാ? ഒ പി വി ബൂസ്റ്റർ ഡോസ് എപ്പോഴാ? ദ ബൂസ്റ്റർ ഡോസ് ഓഫ് ഒ പി വി അത് എത്ര വീക്കിനകത്ത് കൊടുക്കാം? അത് എത്ര മുതൽ എത്ര വീക്കിനകത്ത് കൊടുക്കാം? പറയട്ടെ, ചോദിക്കട്ടെ, പറയട്ടെ. ഒരു എത്ര? ഒരു മിക്കവാറും ഇപ്പൊ കൊടുക്കും. ഒരു 18അല്ലേ? 18 ആ, എത്ര എം എൽ? എത്ര എം എൽ? 0.5 ml ആണോ? 0.5 ml ആണോ? 0.5 ml ആണോ? 0.5 ml ആണോ? അതോ 2 ഡ്രോപ്സ് ആണോ? അതോ 2 ഡ്രോപ്സ് ആണോ? 2 ഡ്രോപ്സ് ആണ്. എം എൽ എന്നും പറഞ്ഞു കളയല്ലേ. 2 ഡ്രോപ്സ് ആണ്. ദ ബൂസ്റ്റർ ഡോസും 2 ഡ്രോപ്സ്. ഓറലി ആണെന്ന കാര്യം എപ്പോഴും ഓർമ്മിക്കുക. ഓറലി ആണെന്ന കാര്യം എപ്പോഴും ആ പേര് തന്നെ ഉണ്ടല്ലേ. ഓറൽ പോളിയോ വാക്സിൻ എന്ന പേര് തന്നെയുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ വരുന്നുണ്ട്. അത് കണ്ടുപിടിച്ച ആളുടെ പേരെന്താ? ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് സാബിൻ. നല്ല പേരാ, സാബിൻ അല്ലേ? സാബിനാണ് ഒ പി വി കണ്ടുപിടിച്ച വർഷം 1957. 1957ലാണ് സാബിൻ ഈ പറഞ്ഞ ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത്. അറിയാൻ പാടുന്നോടെ? ആ വർഷം 57ലായിരുന്നു സാബിൻ കണ്ടുപിടിച്ചത്. യെസ്, ഇതുവരെ ക്ലിയർ ആയോ? ആ, എല്ലാവർക്കും ഓറൽ പോളിയോ വാക്സിൻ ക്ലിയർ ആയോടെ? ഇനി ഇതിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വെച്ച് എഴുതോടെ? ഈ പറഞ്ഞ ഓറൽ പോളിയോ വാക്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ വെച്ച് എഴുതാൻ പറ്റും. ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വീണ്ടും വരുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച് 19ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വന്ന് ക്വസ്റ്റ്യൻ വായിച്ചേടെ. The female patient that is diagnosed by the gonorrhea. എപ്പോഴും സ്റ്റാഫ് നേഴ്സ് എന്ത് അസസ് ചെയ്യണം? The female patient ഉണ്ട്, patient is gonorrhea ആണ്. സ്റ്റാഫ് നേഴ്സ് എന്ത് അസസ് ചെയ്യണം? The lower abdominal pain ആണോ, or the muscle rigidity ആണോ, or the unsteady gait ആണോ, or the reddy rashes ആണോ? എന്തായിരിക്കും? എന്തായാലും കാണുന്നത് ആലോചിച്ച് നോക്കിയിട്ട് കോസൈറ്റിക് ഓർഗൻസിന്റെ പേരെന്താ?
കോസേറ്റീവ് ഓർഗാനിസം ഓഫ് ഗൊണേറിയ പണ്ടോട്ടേ പഠിക്കുന്ന കാര്യം. ഇത് നൈസീരിയ ഗൊണേറിയ അല്ലേ, ഇത് നൈസീരിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ പ്രധാനമായിട്ട് ഉണ്ടാവുന്നത്? അവിടെ ഫീമെയിലാണ് ഉണ്ടാവുക. ഫീമെയിലിന്റെ കാര്യമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫീമെയിൽസിലെ കാര്യമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തുണ്ടാവും? ഒരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ അല്ലേ, ഒരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ. അബ്ഡോമിനൽ പെയിൻ ആണോ? എന്തുണ്ടാവും അവിടെ? അബ്ഡോമിനൽ പെയിൻ എന്തുണ്ടാവും? എന്തുണ്ടാവും? പറഞ്ഞേ. ഏറ്റവും പ്രധാനമായിട്ട് ഫീമെയിൽസ് എന്തുണ്ടാവും? അബ്ഡോമിനൽ പെയിൻ അല്ലേ. അബ്ഡോമിനൽ പെയിൻ ഏറ്റവും ഉണ്ടാവുന്നത് അല്ലേടെ ഇറ്റ്സ് ദ ലോവർ അബ്ഡോമിനൽ പെയിൻ ആണല്ലേ. ദ ലോവർ അബ്ഡോമിനൽ പെയിൻ ആണ് എപ്പോഴും കൂടുതൽ ഉണ്ടാവുന്നത്. അത് ഫീമെയിൽസിലാണെങ്കിൽ. അപ്പൊ ഇൻ ദ മെയിൽസ് എന്തുണ്ടാവാം? ദ സിംറ്റംസ് ഓഫ് ഗൊണേറിയ ഇൻ ദ മെയിൽസ് എന്തുണ്ടാവും? ദ പെനിസിന്റെ ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കൂടെ? ദ പെനിസിന്റെ ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കൂടെ? ഉണ്ടാവാം. അന്ന് യൂറിനേറ്റ് ചെയ്യാൻ സമയത്ത് അവിടെ നല്ല ബേണിംഗ് സെൻസേഷൻ ഉണ്ടായിക്കൂടെ? അതും ഉണ്ടായിക്കൂടെ? ദ ടൈം ഓഫ് യൂറിനേറ്റ് സമയം നല്ല ബേണിംഗ് സെൻസേഷൻ, അതും ഉണ്ടാവാം. അത് ഇൻഫെക്ഷൻ ഉണ്ടായിക്കൂടെ? ഇൻ ദ ബ്ലാഡറിലും ആൻഡ് യൂറിത്രയിലും എല്ലാം ഇൻഫെക്ഷനും വന്നൂടെ? ആ ഇൻഫെക്ഷൻ പതിയെ മേകളിലോട്ട് പോയി ഇൻ ദ കിഡ്നീസിലോട്ടും വന്നൂടെ? ഇൻ ദ കിഡ്നീസിലോട്ടും വന്നൂടെ? വരാം. അപ്പൊ ഇൻ ദ മെയിൽസിൽ ഇത്രയും വരാം. ഫീമെയിൽസിലാണെങ്കിൽ അബ്ഡോമൽ പെയിൻ ഉണ്ടാവാം. പിന്നെന്ത് പെയിൻ ഉണ്ടാവാം? ദ പെയിൻ ഡ്യൂറിങ് ഇന്റർകോഴ്സ് സമയത്ത് പെയിൻ ഉണ്ടായിക്കൂടെ? പെയിൻ ഉണ്ടായിക്കൂടെ? ഉണ്ടാവാല്ലേ, അതും കൂടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ? ക്ലിയർ ആയോടെ? ഇത്രയും ക്ലിയർ ആയോ? ഈ ഓപ്ഷനിൽ ആരെങ്കിലും കണ്ടായിരുന്നോ? ദ റെഡിഷ് റാഷ് കണ്ടായിരുന്നോ? ഈ പറഞ്ഞ ഇന്നർ തൈസിൽ ദ റെഡിഷ് റാഷ് അത് എവിടെയോ കാണുന്നു നമ്മൾ. അത് ഏതോ ഒരു അസുഖത്തിൽ വരുന്നുണ്ട്. ആർക്കാ? അതിന്റെ സിഫിലിസിലാണ് അവിടെ. ഇൻ ദ സിഫിലിസ് ഉണ്ടാവാറുണ്ടല്ലേ? അതിലല്ലേ, സിഫിലിസിലല്ലേ? എവിടെയോ കണ്ടൊരു ഓർമ്മയുണ്ടല്ലേ? ഇത് എവിടെയോ കണ്ടൊരു ഓർമ്മയുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ കണ്ട ഓർമ്മയുണ്ട്. ദ റെഡിഷ് റാഷ് ഓൺ ദ ഇന്നർ തൈ. അതിന്റെ സിഫിലിസ് എന്ന കണ്ടീഷനിലാണ് എന്താണ് ഇത് ഉണ്ടാവുന്നത്. ദ റെഡിഷ് റാഷ് ഓൺ ദ ഇന്നർ തൈ ആരിൽ കാണും? ദ സിഫിലിസ് ഉള്ള ആൾക്കാരിൽ കാണും. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന മുമ്പ് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാര്യമുണ്ട്. അട്ടെ, ഇത് ഈ സംഭവം ഇത് എത്ര നമ്പരാ? ഈ കാണുന്ന നമ്പർ എത്ര നമ്പരാ? ആദ്യം അത് പറയട്ടെ. ഈ കാണുന്ന നമ്പർ എത്രയാണ്? 6 ആണോ 7 ആണോ 8 ആണോ 9 ആണോ? ഈ കാണുന്ന നമ്പർ എത്രയാണ്? എല്ലാം പറയാം. 6 തന്നെയാണോ? 6. അടുത്ത ഈ നമ്പർ ഏതാടെ? അത് 6. ഇത് എത്രയുടെ? ഇത് എത്രയുടെ? അത് 7. ഇനി ഇതെത്രയുടെ? 8 അല്ലേ? ഇതെത്രയുടെ? 9 അല്ലേ? 9 അല്ലേ? 9 വേണമെന്നാണോ? ഇത് വായിക്കാൻ അറിഞ്ഞുകൂടാതെ പലരും ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കും. In the hemophilia, the bleeding is due to the deficiency of the factor 6 ആണോ or 7 ആണോ 8 ആണോ 9 ആണോ? In the hemophilia, the bleeding is due to the deficiency of the clotting factor 6 ആണോ 7 ആണോ 8 ആണോ 9 ആണോ? 9. പക്ഷേ നിങ്ങൾ പലരും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ ധരിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ ദ നമ്പർ വായിക്കാൻ അറിയാതെ ധരിച്ചിട്ടുണ്ടോ? സത്യം പറയണം. ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അല്ല, 1-2 ആണെങ്കിൽ മിക്കവാറും ആ സമയത്ത് തെറ്റിക്കാറുണ്ട്. ഇല്ല, നിങ്ങൾ തെറ്റിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ തെറ്റിക്കാതിരിക്കാൻ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. എന്താണ് ഇങ്ങനൊരു ക്ലാസ്സിൽ നമ്പർ സിസ്റ്റം വരെ പറഞ്ഞു തരാറില്ല. സോ പറഞ്ഞേ, ഇതിൽ ആരെയാണ് നമ്മൾ ഇത് ക്ലാസിക്കൽ ഹീമോഫീലിയ എന്ന് വിളിക്കുന്ന? അറിയാ? ഇതിൽ ആരെയാണ് നമ്മൾ ഈ പറഞ്ഞത് ക്ലാസിക്കൽ ഹീമോഫീലിയ എന്ന് വിളിക്കുന്നത്? ഹീമോഫീലിയ
എ ആണോ, ബി ആണോ, സി ആണോ? ആരെയാണ് നമ്മൾ ദ ക്ലാസിക്കൽ ഹീമോഫീലിയ എന്ന് വിളിക്കുന്നത്? അത് എ ആണോ, ബി ആണോ, സി ആണോ? ഏതാടെ? ആരെയാണ് നമ്മൾ ക്ലാസിക്കൽ ഹീമോഫീലിയ? ക്ലാസിക്കൽ പറയടേ. ഹീമോഫിലി എ അല്ലേ? ഹീമോഫിലി എ അല്ലേ? ഹീമോഫിലി എ അല്ലേ? അത് എ ആണ്. അപ്പൊ ഈ കാണുന്ന നമ്പർ ഏതായിരിക്കും? അപ്പൊ ഈ കാണുന്ന ക്ലോട്ടിംഗ് ഫാറ്റ് ഡെഫിഷ്യൻസി ഏതാ? അതാണ് ക്വസ്റ്റ്യൻ. ഹീമോഫിലി എ ആയ ദ ക്ലാസിക്കൽ ഹീമോഫിലി ഉണ്ടാകാൻ കാരണമായ ദ ക്ലോട്ടിംഗ് ഫാക്ടർ ദ ഡെഫിഷ്യൻസി ഏതാണ്? ഏതാ? 8 8 യെസ്, 8ആണ് ആൻസർ. മറക്ക, 8ആണ് ആൻസർ. ഹീമോഫിലി എ അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേര് ക്ലാസിക്കൽ ഹീമോഫീലിയ എന്നും വിളിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഹീമോഫിലി 9 ഡിവിഷൻസ് ഏതാ? ഏതാടെ? ഉണ്ടോ? അങ്ങനെ വല്ല ഡെഫിഷ്യൻസി ഉണ്ടോ? അവിടെ പറയാൻ സാറേ പറഞ്ഞ ടോട്ടൽ എത്ര ഹീമോഫിലി ഉണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് അല്ലേ? ടോട്ടൽ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഫസ്റ്റ് ഈസ് ഹീമോഫിലി എ പറഞ്ഞു, മറ്റൊരു പേര് ക്ലാസിക്കൽ ഹീമോഫിലി എന്ന് പറഞ്ഞു. അടുത്ത ഹീമോഫിലി ബിയുടെ പേരെന്താ? അനദർ നെയിം ഓഫ് ഹീമോഫിലി ബിയുടെ മറ്റൊരു പേരെന്താ? ദ ക്രിസ്മസ് ഡിസീസ് എന്ന് കേട്ടിട്ടുണ്ടോ? ദ ക്രിസ്മസ് ഡിസീസ് എന്ന് കേട്ടിട്ടുണ്ടോ? ദ ഹീമോഫിലി ദ ബിയുടെ മറ്റൊരു പേരെന്താ? ക്രിസ്മസ് ഡിസീസ് എന്ന് വിളിക്കാം. ക്രിസ്മസ് ഡിസീസ് വിളിക്കാം. അപ്പോൾ അത് വരുന്ന നമ്പറാ. അപ്പോൾ അത് വരുന്ന നമ്പർ ഏതാ? 8 ആണോ, 7, 9 ആണോ? 8 ആണോ, 7 ആണോ, 9 ആണോ? പറയടേ. 9. അപ്പൊ 9 എന്തായി? 9 ആയല്ലേ? 9 എന്താ? ക്രിസ്മസ് ഡിസീസ് എന്നും വിളിക്കുക. എക്സ്മസ് ഡിസീസ്. യെസ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട്. ഇതിൽ ആരെയാണ് നമ്മൾ ദ ഹീമോഫിലി ദ സി എന്ന് വിളിക്കുന്ന ആരാ? ഇതിൽ ഏത് ക്ലോട്ടിംഗ് ഫാറ്റിന്റെ ഡെഫിഷ്യൻസി ആണ് ദ ഹീമോഫിലി സി എന്ന് പറയുന്നത്? സി ഏതിന്റെ ആയിരിക്കും? ദ നമ്പർ ഏതാ? സി ആണെങ്കിൽ ഏത് നമ്പർ ആയിരിക്കും? സി അത് 11 ആണോ? 11 സി എന്ന് പറയുന്നത്? 11 ആണോ? സി പറയടേ. 11 ആണോടെ? സി എന്ന് പറയുന്നത് 11 ആണോ? ദ ക്ലോട്ടിംഗ് ഫാറ്റ് ഡെഫിഷ്യൻസി 11ന്റെ ഡെഫിഷ്യൻസി ആണോ? 11ന്റെ ഡെഫിഷ്യൻസി വിളിക്കുന്ന പേരെന്താ? അപ്പോ 11ന്റെ ഡെഫിഷ്യൻസി വിളിക്കുന്ന പേരെന്താ? ഹീമോഫിലി സി എന്ന് വിളിക്കാം. ഇതുവരെ ക്ലിയർ ആയോ? ക്ലിയർ ആയോടെ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഏതാ? പറയൂ. ഏതാ? 8 ആണോ? യെസ്. അപ്പൊ ആരെ നമ്മൾ ഈ പറഞ്ഞ ക്ലാസിക്കൽ എന്ന് പറഞ്ഞ ആരാ? സാറേ പറഞ്ഞേ, ആരെ ക്ലാസിക്കൽ എന്ന് പറയുന്നത്? അത് എ അല്ലേ? ക്ലാസിക്കൽ എയും ക്ലാസിക്കൽ ഹീമോഫിലി എന്ന് പറഞ്ഞത് അത് എ ആണ്. ആൻഡ് ക്രിസ്മസ് ഡിസീസ് എന്ന് പറഞ്ഞ ആരാ?
അത് ബി ആണ്, അത് ബി ആണ്, അത് ബി ആണ്. ഈ 2 ക്വസ്റ്റ്യൻ ഒരിക്കലും മറക്കരുത്, പലവട്ടം ചോദിച്ച ചോദ്യങ്ങളാണ്. സോ ഇസ് എ ക്ലിയർ എല്ലാവർക്കും? ഇസ് എ ക്ലിയർ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ആ, ടോട്ടൽ 20 ക്വസ്റ്റ്യൻ, ടോട്ടൽ ഇന്ന് പഠിച്ച് 20 ക്വസ്റ്റ്യനും ക്ലിയർ ആയല്ലോ. 20 ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ക്ലിയർ ആയല്ലോ. ക്ലിയർ ആയോടെ എല്ലാവർക്കും? യെസ്. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ തിയറി ബാക്കി പഠിക്കാം. തിയറി അടുത്ത ക്ലാസ്. താങ്ക് യു സോ മച്ച്.